വെൽക്കം ടു ആർക്കേസ് ഇംഗ്ലീഷ് കോർണർ. തെറ്റുകൂടാതെ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനും ഗ്രാമർ എന്ന ഭാഗം ഭംഗിയായി പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. നൗൺ എന്ന വിഭാഗത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് പഠിച്ചു. നൗണിൻ്റെ വിവിധ രൂപങ്ങൾ പഠിച്ചു. ഇനി നമുക്ക് ഈ നാമങ്ങളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെ എങ്ങനെ തരംതിരിക്കുന്നു എന്ന് പഠിക്കണം. നൗൺസ് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ആസ് സിംഗുലർ ഓർ പ്ലൂറൽ ബേസ്ഡ് ഓൺ ദെയർ നമ്പേഴ്സ്. സിംഗുലർ എന്നോ പ്ലൂറൽ എന്നോ അടിസ്ഥാനപ്പെടുത്തി അവയുടെ നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ, എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് നാമരൂപങ്ങളെ തരംതിരിക്കേണ്ടത്. എങ്ങനെയാണ് ഒരു സിംഗുലറായ എന്ന് പറഞ്ഞാൽ ഏകവചനത്തിലുള്ള നാമരൂപത്തെ പ്ലൂറൽ ഫോമിലേക്ക് മാറ്റുന്നത്, ബഹുവചന രൂപത്തിലേക്ക് മാറ്റുന്നത്? പലപ്പോഴും ഇത്തരം സന്ദർഭങ്ങൾ എഴുതുന്ന അവസരത്തിൽ ആവശ്യമായി വരും. തെറ്റുകൂടാതെ എഴുതാൻ നാമരൂപങ്ങളുടെ ഏകവചന ബഹുവചന രൂപങ്ങൾ അറിഞ്ഞിരിക്കണം. സിംഗുലർ noun can be made plural by adding s, es, ies and ves, while in some cases the plural form of the noun is indicated by a change in its spelling. പലപ്പോഴും നമുക്ക് ഏകവചനത്തിൽ, അതായത് നൗണിൻ്റെ ഏകവചനം കിട്ടിക്കഴിഞ്ഞാൽ അതിനോട് കൂടി എന്ത് ചേർത്തലാണ് പ്ലൂറൽ അല്ലെങ്കിൽ ബഹുവചനം ഉണ്ടാകുന്നത് എന്ന് നോക്കിയാൽ ആ നാമരൂപങ്ങളുടെ അവസാനത്തിൽ എസ് എന്നോ ഇ എസ് എന്നോ ഐ ഇ എസ് എന്നോ വി ഇ എസ് എന്നോ ചേർത്താൽ അതിൻ്റെ പ്ലൂറൽ ഫോം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ചില നാമരൂപങ്ങളുടെ അക്ഷരങ്ങൾക്ക്, ലെറ്റേഴ്സിന് മാറ്റം വരുത്തിയാൽ നമുക്കതിൻ്റെ ബഹുവചന രൂപം കിട്ടും. അപ്പോൾ ഇത്തരത്തിലുള്ള ചില നാമരൂപങ്ങളും അവയുടെ ബഹുവചന രൂപങ്ങളുമാണ് നമുക്ക് നോക്കേണ്ടത്. ഏകവചന ബഹുവചന രൂപങ്ങൾ പഠിക്കുമ്പോൾ, അതായത് സിംഗുലർ പ്ലൂറൽ എന്ന് പഠിക്കുമ്പോൾ, നൗണിനെ രണ്ടായിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. റെഗുലർ നൗൺസ് എന്നും ഇറഗുലർ നൗൺസ് എന്നും രണ്ട് രീതിയിൽ തരംതിരിച്ചു പഠിക്കണം. റെഗുലർ നൗൺസ് എന്ന് പറയുന്നത് സാധാരണയായി ഉപയോഗിക്കുന്നവയാണ്. മോസ്റ്റ് റെഗുലർ നൗൺസ് ഫോം the plural by adding s. s എന്ന അക്ഷരം ഈ നാമരൂപങ്ങളോട്, ഏകവചന നാമരൂപങ്ങളോട് ആഡ് ചെയ്താൽ നമുക്കതിൻ്റെ ബഹുവചന രൂപം കിട്ടും. എക്സാമ്പിൾ നോക്കിയാൽ, ഷിപ്പ് എന്ന് പറയുന്ന നാമം, കപ്പൽ എന്ന് പറയുന്ന ആ നാമരൂപത്തോട് എസ് ചേർത്താൽ, ഷിപ്സ് ചേർത്താൽ കപ്പലുകൾ എന്നായി, ബഹുവചന രൂപമായി. കപ്പൽ, കപ്പലുകൾ. ഇനി ഹട്ട്, കുടിൽ, ആ ഹട്ടിനോടൊപ്പം എസ് ചേർത്താൽ ഹട്ട്സ് എന്നായി, കുടിലുകൾ എന്നായി. അതുപോലെ ക്യാറ്റ്, ക്യാറ്റ്സ്, ഡോഗ്, ഡോഗ്സ്, റിവർ, റിവേഴ്സ് എന്ന രീതിയിൽ നമുക്ക് ഭൂരിഭാഗം നൗണുകളോടൊപ്പം എസ് ചേർത്താൽ നമുക്കതിൻ്റെ പ്ലൂറൽ ഫോം കിട്ടും. എന്നാൽ ഇതിൻ്റെ രണ്ടാമത്തെ ചേഞ്ചസ് എന്താണെന്ന് നോക്കാം. എ സിംഗുലർ നൗൺ എൻഡിങ് ഇൻ എസ്, എക്സ്, ഇസഡ്,
CH, SH makes the plural by adding ES. ചില ഏകവചന നാമരൂപങ്ങളോടു കൂടി, അതായത് ചില ഏകവചന നാമരൂപങ്ങൾ അവസാനിക്കുന്നത്, ആ വാക്കുകളുടെ അവസാനത്തെ അക്ഷരമെന്ന് പറയുന്നത് എസ് എന്നോ എക്സ് എന്നോ ഇസഡ് എന്നോ CH എന്നോ SH എന്നോ ഒക്കെ ആകാം. അത്തരം വാക്കുകൾ അതിൻ്റെ ബഹുവചന രൂപമുണ്ടാക്കാൻ, പ്ലൂറൽ ഫോം ഉണ്ടാക്കാൻ നമുക്ക് അതിനോടുകൂടി ആ വാക്കിൻ്റെ അവസാനം ES ചേർത്താൽ മതി. എക്സാമ്പിൾ, ബസ്. ബസ്സൊരു സിംഗുലർ ഫോമാണ്. അതിൻ്റെ അവസാനത്തിൽ ES, ബസ്സസ് എന്നാകും, പ്ലൂറൽ ഫോമായി. ഇനി വിഷ്, WISH, വിഷ്. അതിൻ്റെ പ്ലൂറൽ ഫോം കിട്ടാൻ ES കൂടെ ചേർത്താൽ മതി, വിഷസ് എന്നായി. പിച്ച്, PITCH, പിച്ച്. പിച്ചിൻ്റെ ബഹുവചന രൂപം ഉണ്ടാക്കാൻ ES ചേർത്താൽ മതി, പിച്ചസ് എന്നായി. ഇനി ബോക്സ്. ബോക്സ് എന്ന് BOX, ബോക്സ് എന്ന് പറയുന്ന ഏകവചന നാമരൂപത്തോടുകൂടി ES ചേർത്താൽ ബോക്സസ് എന്നായി, ബഹുവചന രൂപമായി. അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഭൂരിഭാഗം വരുന്ന നാമരൂപങ്ങളോട് S ചേർത്താൽ അതിൻ്റെ പ്ലൂറൽ ഫോം കിട്ടും. എന്നാൽ ചില നാമരൂപങ്ങൾ അവസാനിക്കുന്ന, ആ നാമരൂപങ്ങൾ ലെറ്റേഴ്സ് അവസാനിക്കുന്നത് എസ്സിലോ എക്സിലോ ഇസഡിലോ CH, SH എന്നാണെങ്കിൽ അതിൻ്റെ അവസാനം ES എന്ന് ചേർത്താൽ മതിയാകും. Sometimes a singular noun ending in a consonant and then Y makes the plural by dropping the Y and adding IES. പലപ്പോഴും ഒരു നാമരൂപം അവസാനിക്കുന്നത് ഒരു കൺസണൻറ്റ് സൗണ്ടിലാണ്. കൺസണൻറ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അത് വ്യഞ്ജനാക്ഷരം എന്ന് പറയും. അത് വൈയിൽ അവസാനിക്കുന്ന, വൈ എന്ന് പറയുന്ന ഒരു വ്യഞ്ജനാക്ഷരത്തിൽ അവസാനിക്കുന്ന നാമരൂപങ്ങളോടുകൂടി ആ നാമരൂപങ്ങളുടെ ബഹുവചന രൂപമുണ്ടാക്കാൻ ആ വൈ മാറ്റി വൈക്ക് പകരം IES ചേർത്താൽ മതി. അങ്ങനെ IES ചേർക്കുമ്പോൾ അതിൻ്റെ ബഹുവചന രൂപം നമുക്ക് കിട്ടും. ഒരു എക്സാമ്പിൾ നോക്കിയാൽ, പെന്നി, PENNY, പെന്നി. പെന്നി എന്നതിൻ്റെ ബഹുവചന രൂപമുണ്ടാക്കാൻ പെന്നിയിൽ അവസാനിക്കുന്ന വാക്ക്, ആ പെന്നിയുടെ എന്ന വാക്കിൻ്റെ അവസാനത്തെ അക്ഷരമായ വൈ മാറ്റി പകരം IES ചേർത്താൽ പെന്നീസ് എന്നായി. ഇനി സ്പൈ എന്ന വാക്ക് നോക്കാം, SPY, സ്പൈ. സ്പൈ എന്ന വാക്കും അവസാനിക്കുന്നത് വൈ എന്ന അക്ഷരത്തിലാണ്. അപ്പോൾ ഇവിടെ വൈ മാറ്റി പകരം IES ചേർത്താൽ മതി, സ്പൈസ് എന്നാവും. ഇനി ബേബി, BABY, ബേബി. ബേബി എന്ന വാക്കിൻ്റെ അവസാനത്തെ അക്ഷരമായ വൈ മാറ്റി IES ചേർത്താൽ ബേബീസ് എന്നായി, കുട്ടികൾ എന്നായി. സിറ്റി, CITY, സിറ്റി. സിറ്റി എന്ന വാക്കും അവസാനിക്കുന്ന അക്ഷരം വൈ ആണ്. അപ്പോൾ അവിടെ നമുക്ക് വൈ മാറ്റി പകരം IES ചേർത്താൽ മതി. എന്നാൽ ഈ വാക്കുകൾ നാമരൂപം അവസാനിക്കുന്നത്, ഒരു നാമരൂപം അവസാനിക്കുന്നത് വൈയിലാണെങ്കിലും അതിന് തൊട്ടു മുന്നിൽ ഒരു വോവൽ സൗണ്ട്, ഒരു സ്വരാക്ഷരമുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ബഹുവചന രൂപമുണ്ടാക്കാൻ എസ് എന്ന അക്ഷരം ആഡ് ചെയ്താൽ മതി. പിന്നെ വൈ മാറ്റി പകരം IES ചേർക്കേണ്ടതില്ല. ഒരു എക്സംഷനാണ് ഇതിന്. അതായത് ഒരു
നാമരൂപത്തിൻ്റെ അവസാനത്തെ ലെറ്റർ വൈ ആണ്. പക്ഷേ അതിന് തൊട്ട് മുന്നിൽ കിടക്കുന്ന ഒരു അക്ഷരം ഒരു സ്വരാക്ഷരമാണെങ്കിൽ, ഒരു വവൽ സൗണ്ട് ആണെങ്കിൽ ഇവിടെ നമുക്ക് എസ് ചേർത്താൽ മതി. റെഗുലർ നൗൺസിൻ്റെ ബഹുവചന രൂപമുണ്ടാക്കുന്ന നിയമങ്ങളാണ് ഈ പറഞ്ഞതെങ്കിൽ, ഇനി ഇതിൻ്റെ രണ്ടാമത്തെ വിഭാഗമായ ഇറഗുലർ നൗൺസ് ഉണ്ട്. അപ്പോൾ ആ ഇറഗുലർ നൗൺസ് അത് എങ്ങനെയാണ് അതിൻ്റെ ബഹുവചനം ഉണ്ടാക്കുന്നത്, പ്ലൂറൽ ഫോം ഉണ്ടാക്കുന്നത് എന്ന് നോക്കിയാൽ മനസ്സിലാക്കേണ്ട കാര്യം, ഈ നാമരൂപങ്ങളുടെ ഇടയിൽ വരുന്ന ചില അക്ഷരങ്ങൾ മാറ്റിയാൽ അതിൻ്റെ പ്ലൂറൽ ഫോം ആയി വരും. ഉദാഹരണത്തിന് വുമൺ, WOMAN, വുമൺ ഏകവചനമാണ്. അപ്പോൾ ആ ഏകവചന രൂപത്തിൻ്റെ ബഹുവചന രൂപം ഉണ്ടാക്കാൻ വിമൺ എന്നാക്കിയാൽ മതി. അതിന് ആ WOMAN എന്നുള്ള എ മാറ്റി പകരം ഇ ചേർക്കുമ്പോൾ വിമൺ എന്നായി, പ്ലൂറൽ ഫോമായി. മാൻ, MAN, മാൻ, അതിന് മാനിന് നമുക്ക് അതിൻ്റെ ബഹുവചന രൂപം ഉണ്ടാക്കാൻ എ മാറ്റി പകരം ഇ ചേർത്താൽ മെൻ എന്നായി. അതുപോലെ കുറേ വാക്കുകൾ ഉണ്ട്. അത്തരം വാക്കുകൾ എഴുതി പഠിച്ച് വയ്ക്കുന്നത് നല്ലതാണ്. ചൈൽഡ്, ചിൽഡ്രൻ, ടൂത്ത്, ടീത്ത്, ഫുട്ട്, ഫീറ്റ്, പേഴ്സൺ, പീപ്പിൾ, ലോഫ്, ലീഫ്, ലീവ്സ്, മൗസ്, മൈസ്, ഗൂസ്, ഗീസ്, ഇവയെല്ലാം ലെറ്റർ ചേഞ്ച് വരുത്തി, അതായത് ഈ സിംഗുലർ ഫോമിൽ കിടക്കുന്ന അതിന് ലെറ്റേഴ്സിന് ചേഞ്ച് വരുത്തിയിട്ടാണ് ബഹുവചന രൂപങ്ങൾ ഉണ്ടാക്കുന്നത്. ഇത്തരം നൗണുകൾക്ക് പറയുന്ന പേര് ഇറഗുലർ നൗൺസ് എന്നാണ്. ഇനി മറ്റൊരു വിഭാഗം നാമരൂപങ്ങളുണ്ട് ബഹുവചനമാക്കുന്നതിന്. പക്ഷെ അതിൻ്റെ പ്രത്യേകത, അത്തരം നാമരൂപങ്ങൾക്ക് അതിൻ്റെ അതേ രൂപത്തിൽ എടുത്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതിന് ഏകവചനമോ ബഹുവചനമോ രൂപമില്ല, ഒറ്റ രൂപം മാത്രമേ ഉള്ളൂ. എക്സാമ്പിൾ പറഞ്ഞാൽ ഷീപ്പ്, ഷീപ്പിൻ്റെ ബഹുവചനം ഷീപ്പ് തന്നെ. ഫിഷ് ഏകവചനത്തിലും ഫിഷ് പ്ലൂറലിലും ഉപയോഗിക്കുന്നു. അതുപോലെ ഡിയർ, സ്പീഷീസ്, എയർക്രാഫ്റ്റ്, ഇതെല്ലാം ഏകവചന രൂപത്തിലും ബഹുവചന രൂപത്തിലും ഒരേപോലെ ഉപയോഗിക്കുന്നവയാണ്. ഇനി മറ്റൊരു തരത്തിലുള്ള നൗണിനെ കുറിച്ച് നോക്കണം. നൗൺ എൻഡിങ് ഇൻ എഫ് ഓർ FE, ചേഞ്ച് FE ടു V ആൻഡ് ആഡ് ES. ചില വാക്കുകൾ അവസാനിക്കുമ്പോൾ എഫിൽ അവസാനിക്കുന്ന വാക്ക്, എഫ് എന്നോ FEയിലോ അവസാനിക്കുന്ന വാക്കുകളുണ്ട്, നാമരൂപങ്ങളുണ്ട്. എഫിലും FEയിലും അവസാനിക്കുന്ന നാമരൂപങ്ങൾക്ക് അതിൻ്റെ പ്ലൂറൽ ഫോം ഉണ്ടാക്കാൻ ആ എഫോ FEയോ ചേഞ്ച് ചെയ്തിട്ട് പകരം അവിടെ V ആഡ് ചെയ്ത് ESും കൂടി ചേർക്കണം. അതായത് FE എന്ന് പറയുന്ന ലെറ്റേഴ്സിൽ അവസാനിക്കുന്ന നൗണുകളുടെ പ്ലൂറൽ ഫോം ഉണ്ടാക്കാൻ ആ എഫിന് പകരം V ആഡ് ചെയ്ത് അതിനോടൊപ്പം ES എന്ന് പറയുന്ന ലെറ്ററും കൂടെ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ബഹുവചന രൂപമായി. എക്സാമ്പിൾ നോക്കിയാൽ വോൾഫ്, WOLF, വോൾഫിൻ്റെ ആ എഫ് മാറ്റി പകരം V ചേർത്തു ES ആയി, വോൾസ് എന്നാവും. ഇനി വൈഫ് എന്ന വാക്ക്, WIFE, വൈഫ്, വൈഫിൻ്റെ ബഹുവചന രൂപമുണ്ടാക്കാൻ FE എന്ന ആ 2 ലെറ്റർ മാറ്റി പകരം V ചേർത്ത് ESും കൂടെ ആഡ് ചെയ്യുക, വൈഫ്സ്. ലീഫ്, LEAF, ലീഫ്,
ലീഫിൻ്റെ പ്ലൂറൽ ഫോം ലീവ്സ് എന്നാണ്. ലൈഫ്, ലീവ്സ്. ഇപ്പോൾ ഇങ്ങനെ ഒരു നിയമം ഇംഗ്ലീഷിൽ കൊണ്ടുവന്നിരിക്കുന്നത് ശ്രദ്ധിക്കണം. എഫ് അല്ലെങ്കിൽ എഫ് ഇ എന്നീ അക്ഷരങ്ങൾ അവസാനിക്കുന്ന വാക്കുകളുടെ പ്ലൂറൽ ഫോം ഉണ്ടാക്കാൻ എഫ് ചേഞ്ച് ചെയ്ത് വി ആക്കി പകരം ഇ എസും കൂടി ചേർത്താൽ മതി. നെക്സ്റ്റ് വൺ, പ്ലൂറൽ ഫോം ഫോർ ഹൈഫനേറ്റഡ് നൗൺസ് ആൻഡ് റിലേഷൻഷിപ്പ്. അതും അറിഞ്ഞിരിക്കേണ്ടതാണ്. അതായത് ബന്ധങ്ങൾ കാണിക്കാൻ ഹൈഫൺ കൊടുത്ത് പ്ലൂറൽ ഫോമുകൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതായത് സിംഗുലർ ഫോമിലും ഹൈഫനേറ്റഡ് ആയിരിക്കും, അതിൻ്റെ പ്ലൂറൽ ഫോം ഉണ്ടാക്കുമ്പോഴും ശ്രദ്ധിച്ചാൽ മതി. ഒരു എക്സാമ്പിൾ നോക്കിയാൽ, മദർ ഇൻ ലാ, നമ്മൾ പറയാറ് മദർ ഇൻ ലാ ഹൈഫൺ ഇട്ട് എഴുതുകയാണ്. അപ്പോൾ അവിടെ അതിൻ്റെ ബഹുവചന രൂപം ഉണ്ടാക്കാൻ ആ മദർ എന്ന് പറയുന്ന ആ വാക്കിൽ എസ് ചേർത്താൽ മദേഴ്സ് ഇൻ ലാ എന്നായി. ഫാദർ ഇൻ ലാ, ഫാദറിൻ്റെ കൂടെ എസ് ചേർത്താൽ അതിൻ്റെ പ്ലൂറലായി ഫാദേഴ്സ് ഇൻ ലായായി. പിന്നെ ബ്രദർ ഇൻ ലാ, ആ ബ്രദർ ഇൻ ലോയുടെ ഏകവചനമാണ്, അതിൻ്റെ പ്ലൂറൽ ഉണ്ടാക്കാൻ ബ്രദേഴ്സ് ഇൻ ലാ, ആ ബ്രദറിനോട് ചേർത്ത് എസ് ചേർക്കുമ്പോൾ ബ്രദേഴ്സ് ഇൻ ലാ എന്നാകും. അതുപോലെ തന്നെയാണ് ഡോട്ടേഴ്സ് ഇൻ ലാ, അതുപോലെ ഡോട്ടർ ഇൻ ലാ ഡോട്ടേഴ്സ് ഇൻ ലാ എന്നും, സൺ ഇൻ ലാ സൺസ് ഇൻ ലാ എന്നും, ഗ്രാൻഡ് മദർ ഗ്രാൻഡ് മദേഴ്സ്, ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് ഫാദേഴ്സ് എസ് ചേർത്ത് ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ ഏകവചന ബഹുവചന രൂപങ്ങൾ ഉണ്ടാക്കാം. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്തിനാണ് ഈ ഏകവചന രൂപം ബഹുവചന രൂപം എന്ന് പഠിക്കുന്നത്? അതായത് ഇത് നമ്മൾ ഒരു സെൻറ്റൻസ് എഴുതാൻ ശ്രമിക്കുമ്പോൾ അതിൽ ഒരു നൗൺ വെർബ് എഗ്രിമെൻ്റ് ഉണ്ട്. സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് എന്നും അതിന് പറയും. ആ എഗ്രിമെൻ്റ് വരുമ്പോൾ നമുക്ക് ഏകവചനമാണോ ഇത് ബഹുവചനമാണോ എന്ന് മനസ്സിലാക്കണം. ഏകവചന നാമരൂപത്തോട് എഗ്രി ചെയ്യുന്നത് ഏകവചന ക്രിയാരൂപമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ ഇപ്പോൾ നമുക്കിവിടെ ഈ നാമരൂപങ്ങൾ ഇതേപോലെ ഉള്ള എക്സാമ്പിൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അത് ശരിയാക്കി എഴുതാൻ കഴിയുകയുള്ളൂ. വെർബിൻ്റെ ഫോം അത് പിന്നീട് പഠിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഏകവചന രൂപം ഉണ്ടാക്കാൻ കൂടുതലായും നാമരൂപത്തോട് എസ് ചേർത്താൽ മതി. ചില നാമരൂപങ്ങളോട് ഇ എസ് ചേർക്കണം. ഇനി എഫ് അല്ലെങ്കിൽ എഫ് ഇ എന്ന ലെറ്റേഴ്സിൽ അവസാനിക്കുന്ന നാമരൂപങ്ങളോട് വി ആഡ് ചെയ്ത് ഇ എസോട് ചേർത്താൽ മതിയാവും. ചില നാമരൂപങ്ങൾ ഓയിൽ അവസാനിക്കും. ഓയിൽ അവസാനിക്കുന്ന നാമരൂപങ്ങളോട് ഒ ഇ എസ് ചേർത്താൽ നമുക്ക് അതിൻ്റെ പ്ലൂറൽ ഫോം ഉണ്ടാക്കാം. എക്സാമ്പിൾ മാംഗോ, മാംഗോസ് അങ്ങനെ എഴുതാം. എന്നാൽ ചില വാക്കുകൾ ഒരു നാമരൂപത്തിൻ്റെ അവസാനത്തിൽ വയിൽ അവസാനിക്കുന്ന നാമരൂപവും അതിന് തൊട്ട് മുന്നിൽ ഒരു വ്യഞ്ജനാക്ഷരം അല്ലെ കൺസണന്റ് സൗണ്ട് ആണെങ്കിൽ അവിടെ വൈ മാറ്റി പകരം ഐ എസ് ചേർത്താൽ മതി. എന്നാൽ വയിൽ അവസാനിക്കുന്ന നാമരൂപങ്ങൾക്ക് തൊട്ട് മുന്നിൽ ഒരു വവൽ സൗണ്ട് വന്നാൽ നമ്മൾ ചേർക്കേണ്ടത് അതിനോട് നമ്മൾ എസ് ആഡ് ചെയ്താൽ മതിയാവും. ഇങ്ങനെയുള്ള രീതിയിലാണ് സിംഗുലർ ഫോമും പ്ലൂറൽ ഫോമും ഉണ്ടാക്കുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.